ഹലോ ഗൈസ്, ടെക് ടിപ്സ് ട്രാവൽ ബൈ ജിമിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദിയിൽ ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾ കൂടി വരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. ഓഫീസേഴ്സ് മുതൽ സാധാരണക്കാരൻ വരെ ഈ തട്ടിപ്പിന് ഇരയാവുന്നതും കണ്ടുവരുന്നു. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ ചിലപ്പോൾ നമ്മുടെ ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ഒരു വലിയ തുകയുടെ നഷ്ടത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. 2 മാസം മുമ്പ് സൗദിയിൽ നഴ്സുമാർ തട്ടിപ്പിന് ഇരയാവുകയും ലക്ഷങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തത് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ മൊബൈലിൽ വരുന്ന OTP ഒരു കാരണവശാലും വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ഒരു ബാങ്കും അവർ നിങ്ങളുടെ മൊബൈലിലേക്ക് അയക്കുന്ന OTP പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയില്ല. അങ്ങനെ ഒരു കാൾ നിങ്ങൾക്ക് വന്നാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക അതൊരു ഫ്രോഡ് കോൾ ആണ്. ഒരു ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കരുത്. ഇനി ഏതൊക്കെ സമയത്താണ് കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന് നോക്കാം. ഏകദേശം 99% ഓൺലൈൻ തട്ടിപ്പുകളും നടക്കുന്നത് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ വീക്കിൽ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സമയത്തായിരിക്കും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത്. രണ്ടാമതായി, നിങ്ങളുടെ ഇക്കാമ റിന്യൂവൽ ആവുന്ന സമയത്തും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഏകദേശം 60-70% സൗദിയിലേക്ക് പുതുതായി വരുന്ന ആൾക്കാരാണ് ഈ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവുന്നത്. സോ പുതുതായി വരുന്ന ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി ഏതെല്ലാം രീതിയിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി, വിളിക്കുന്ന ആൾ ഞാൻ ഇന്ന ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് അറബിക് കലർന്ന ഇംഗ്ലീഷിൽ സംസാരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് കോൾ വരുന്നത്. ശേഷം അവർ നിങ്ങളുടെ ഇക്കാമ നമ്പരും നിങ്ങളുടെ ഫുൾ നെയിമും തെറ്റാതെ തന്നെ നിങ്ങളോട് പറയും. അതിനുശേഷം അവർ നിങ്ങളോട് പറയും, ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. അക്കൗണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് ഈ OTP നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. അത് കേട്ട് നിങ്ങൾ OTP അവർക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടമാകും. ശ്രദ്ധിക്കുക, നമുക്ക് ചിന്തിക്കാൻ പോലും സമയം തരാതെ നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇവർ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി തെറ്റാതെ തന്നെ പറയുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിച്ച് OTP പറഞ്ഞു കൊടുക്കും. നമ്മളുടെ കാശും നഷ്ടമാകും. ഓർക്കുക, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ബാങ്കും അവരുടെ അല്ലെങ്കിൽ അവർ അയച്ചു തന്ന OTP ആവശ്യപ്പെട്ട് നിങ്ങളെ വിളിക്കുകയില്ല. ഒരിക്കലും ആർക്കും നിങ്ങളുടെ മൊബൈലിൽ വന്ന OTP പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ നഷ്ടമാകും. ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പുതിയതായി കണ്ടുവരുന്ന ഒരു രീതിയാണിത്. MOI അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത്. നിങ്ങളുടെ ഇക്കാമ വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഇക്കാമ നമ്പർ കറക്റ്റായിട്ട് പറയും. ശേഷം പറയും, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു OTP വരുന്നതാണ്, അത് പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങളുടെ ഇക്കാമ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് എന്ന് പറയും. അപ്പോൾ തന്നെ OTP വരികയും ചെയ്യും. ബട്ട് OTP വരുന്നത് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ആയിരിക്കും. OTP പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയത് തന്നെ. ഇനി മൂന്നാമതായി കണ്ടുവരുന്ന രീതി നിങ്ങളുടെ ഇക്കാമ റിന്യൂവലുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ഇക്കാമ പുതുക്കി കഴിഞ്ഞാൽ അത് ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇക്കാമ പുതുക്കി കഴിയുമ്പോൾ ഒരു ദിവസം രാവിലെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും കോൾ വരുന്നു. നിങ്ങളുടെ ഇക്കാമ ബാങ്ക് ഡേറ്റാബേസിൽ എക്സ്പയർഡ് ആണ് കാണിക്കുന്നത്, അത് അപ്ഡേറ്റ് ചെയ്യണം. അതിനായി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്, അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് കോൾ വരുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്, നിങ്ങൾ ഈയിടെയാണ് ഇക്കാമ റിന്യൂ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ന്യൂ ഇക്കാമ എക്സ്പയറി ബാങ്ക് ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. എന്നാലും നിങ്ങൾക്ക് ബാങ്കിൽ നിന്നാണ് പറഞ്ഞ് കോൾ വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ OTP പറഞ്ഞു കൊടുക്കും. ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ പൈസ പോയി കിട്ടും. ഇനി ഓൺലൈൻ ഫ്രോഡ് അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓൺലൈനായി പണം തട്ടുന്നത് വളരെ ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ തടയുവാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് OTP ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു കോളുകൾക്കും റിപ്ലൈ കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫലവത്തായി നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് ഫ്രോഡ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് തട്ടിപ്പ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തടയുവാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഓർത്തിരിക്കുക, ഒരിക്കലും OTP ചോദിച്ചുകൊണ്ടുള്ള ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞാലും എവിടെ നിന്നാണ് എന്ന് പറഞ്ഞാലും OTP ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു കോളിനും നിങ്ങൾ ആൻസർ കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ OTP പറഞ്ഞു കൊടുത്താൽ എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ പൈസ നഷ്ടമാകുന്നത് തടയാം എന്ന് നോക്കാം. നിങ്ങൾ അറിയാതെ OTP പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക. ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുവാൻ ആവശ്യപ്പെടുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, നിങ്ങൾ ഒരു ഓൺലൈൻ ഫ്രോഡിന് ഇരയായി, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറയുക. രണ്ടാമതായി, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷനിൽ ഹോൾഡ് ഓൾ ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരാൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് തടയുവാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമതായി, നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ATMൻ്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം പൈസ ATMൽ നിന്ന് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വേറൊരാൾ അത് ഓൺലൈനിലൂടെ എടുക്കുന്നത് നിങ്ങൾക്ക് തടയുവാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. Thanks for watching. See you in the next video.